ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ ചെയ്ത ബട്ടർസ്കോച്ച് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗ് വീഡിയോ. ഇതൊരു 2 കിലോയുടെ ബട്ടർസ്കോച്ച് കേക്കാണ്. അപ്പോൾ അത് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ആ വിപ്പിംഗ് ക്രീമിന് ബട്ടർസ്കോച്ചിൻ്റെ ആ ഒരു ഫ്ലേവറും കളറും ഒക്കെ വരാനായിട്ട് ഞാൻ ഇന്നലെ കേക്കിന് ചേർത്തതുപോലെ തന്നെ ഒരു 8 ഡ്രോപ്പ് ടൈഗറിൻ്റെ ഫ്ലേവറിങ് ചേർക്കുന്നുണ്ട്, ബട്ടർസ്കോച്ച് ഫ്ലേവറിങ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അളവ് പറഞ്ഞു തരാനായിട്ട് ഞാൻ 1 ഡ്രോപ്പ് 2 ഡ്രോപ്പായിട്ട് ഇങ്ങനെ വേറെ വേറെയാണ് ചേർത്തത്. അപ്പോൾ എനിക്കൊരു 8 ഡ്രോപ്പ് ആയപ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കളറും ആ ഒരു മണവും ഒക്കെ കിട്ടി. ഒരുപാട് അങ്ങ് കളർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർസ്കോച്ച് കേക്കിന് കളർ വരുത്താനായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടൻസ് മിൽക്കൊക്കെ യൂസ് ചെയ്ത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ബട്ടർസ്കോച്ച് സോസാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പുഡിങ്ങിനായാലും കേക്കിനായാലും ഒക്കെ ലെയർ ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് പാലാണ്, ചെറിയ ചൂടുള്ള പാല്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. അത് നമുക്ക് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഈ പാലിൽ പഞ്ചസാര ഇടുന്നതിന് പകരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാതെ ആ ബട്ടർസ്കോച്ച് സോസ് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. അതായാലും നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ആ പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം നിറയ്ക്കാമേ. അതൊരു 3/4 ഭാഗം ആ സ്പാച്ചുലയുടെ അറ്റം കൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് ഇച്ചിരി പ്രസ് ചെയ്ത് ഇറക്കി കഴിഞ്ഞിട്ട് ഒരു 1/4 ഭാഗം നമുക്ക് നിറയുമ്പോഴേക്ക് ആ പൈപ്പിംഗ് ബാഗിൻ്റെ ആ മുകൾ വശം ഒന്ന് പിടിച്ചൊന്ന് ഉയർത്തുക. ഇപ്പോൾ ദേ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ഉയർത്തിയിട്ട് ബാക്കിയും കൂടെ നമുക്ക് പിടിക്കാനുള്ള സൗകര്യം ആകുന്നത് വരെ നമുക്കത് നിറയ്ക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് എയർ ബബിൾസ് കാണും. നമ്മൾ ഫില്ല് ചെയ്യുമ്പം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ കൈ രണ്ടും കൊണ്ട് പെതുക്കെ ഇങ്ങനെയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എയർ ബബിൾസൊക്കെ അങ്ങ് പോകും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 കൈയുടെയും ഇടയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെതുക്കെ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. അനക്കി കൊടുക്കുമ്പോൾ ആ എയർ ബബിൾസ് എല്ലാം പോയി എല്ലായിടവും ഒരുപോലെയാവും. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റിപ്പൊന്ന് കട്ട് ചെയ്ത് കളയണം, നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ. പിന്നെ നമ്മൾ ബോർഡ് എടുത്ത് വെച്ചു. ആ ബോർഡിലേക്ക് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് അറിയാമല്ലോ, നമ്മുടെ ആ ഒരു കേക്ക് അതിലൊട്ടി പിടിച്ചിരിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ലേ. അപ്പോൾ പ്രത്യേകിച്ചും ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ കൂടെ നന്നായിട്ടങ്ങ് കട്ടിയായിക്കോളും ഈ വിപ്പിംഗ് ക്രീം. നിങ്ങൾ ആ കേക്ക് എടുത്ത് ആ ബോർഡിലോട്ട് വെച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചല്ലോ എത്ര സോഫ്റ്റാണ് ആ കേക്ക് എന്നുള്ളത്. വളരെ സോഫ്റ്റാണ് കേട്ടോ. ഇതേ അളവിൽ നിങ്ങൾ തെറ്റാതെ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാലും പഞ്ചസാരയും കൂടെയുള്ള മിക്സ്ചർ ഉപയോഗിച്ച് നന്നായിട്ടത് വെറ്റ് ചെയ്യുക. ഒരു സ്ഥലം പോലും വിടരുത് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ആ അവസാനം വരെ, പ്രത്യേകിച്ച് അതിൻ്റെ എഡ്ജസ് കുറച്ചെങ്കിലും കട്ടി ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമ്മുടെ ആ ഒരു കേക്ക് മോൾഡിനോട് അടുത്തിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ 4 മൂലകളും. അല്ല റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ റൗണ്ടിൻ്റെ ആ എഡ്ജസ് അവിടെയാണ് ഏറ്റവും നന്നായിട്ട് സോക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അത്യാവശ്യം അപ്ലൈ ചെയ്യാം. ഒരുപാട് വിപ്പിംഗ് ക്രീം ഇടാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും വിപ്പിംഗ് ക്രീം അത്ര ഇഷ്ടമാവില്ല. അത് കാരണം ഞാൻ എപ്പോഴും ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും ചെറിയ ഒരു അളവിലെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ കേക്ക് സോക്ക് ചെയ്യുന്നത് രുചി കൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് എന്തായാലും കേക്ക് കുറച്ച് കട്ടിയാവും. അപ്പോൾ അത് സോഫ്റ്റ്നെസ് അതുപോലെ നിൽക്കാനും ഇങ്ങനെ സോക്ക് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് കുറച്ച് കൂടുതൽ കട്ടിയായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്യുവാണ്. ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ സൈഡിൽ കൂടെ ലീക്കാവും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണെ ഞാൻ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചെറിയ പാലറ്റ് നൈഫ് ഇട്ട് എല്ലായിടത്തും ഒരുപോലെ ആക്കുക. നമ്മൾ ബട്ടർസ്കോച്ച് സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായാലും പ്രലൈൻ ഇട്ട് കൊടുക്കുമ്പോഴായാലും എല്ലായിടത്തും ഒരുപോലെ ആകാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് അവർ കഴിക്കുന്ന ആ ഭാഗത്തെ ബട്ടർസ്കോച്ച് സോസിൻ്റെ ടേസ്റ്റും പ്രലൈനും ഒന്നും ചിലർക്കൊക്കെ കിട്ടാതാവും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഓരോ മുക്കും മൂലയും ഒരു സ്ഥലം പോലും വിടാതെ
പ്രലൈനും ബട്ടർസ്കോച്ച് സോസും ഒക്കെ ആവാനായിട്ട്. ഇപ്പോൾ ദേ നമ്മുടെ പ്രലൈനൊക്കെ ഇട്ട് രണ്ടാമത്തെ ലെയർ വെച്ചു. ആ ലെയറിലും നന്നായിട്ട് പാലും പഞ്ചസാരയും കൂടെ ഉള്ള മിക്സ്ചറൊക്കെ ഇട്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും പഴയ ആ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് ലെവലാക്കി എടുക്കുക വിപ്പിംഗ് ക്രീം. വീണ്ടും നമ്മുടെ ബട്ടർസ്കോച്ച് സോസും പ്രലൈനും ഒക്കെ ഇട്ട് ഇതുപോലെ തന്നെ ഒരു സ്ഥലം പോലും വിട്ടുപോകാതെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഞാൻ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അവർക്ക് വലിയൊരു കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മെനക്കേടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ 2 ആയിട്ടാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് 4 ലെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ലെയർ വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്കറിയാം നിങ്ങൾക്കും സമയമില്ല, പല തിരക്കുകളുടെ ഇടയിലായിരിക്കും ഈ വീഡിയോ വന്നിരുന്ന് കാണുന്നത്. അപ്പോൾ 3ാമത്തേതും ആദ്യത്തെ 1ാമത്തേതും 2ാമത്തേതും ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ് 3ാമത്തേതും ചെയ്തത്. അതുകൊണ്ട് 3ാമത്തേത് സ്കിപ്പ് ചെയ്ത് നേരെ 4ാമത്തെ ഏറ്റവും ടോപ്പ് ലെയറിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടോപ്പ് ലെയർ എപ്പോഴും നമ്മുടെ താഴത്തെ ആ ഒരു ലെയർ ആയിരിക്കണം, നമ്മുടെ ആ കേക്ക് മോൾഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗമായിരിക്കണം ഏറ്റവും മുകളിൽ വരുന്നത്. കാരണം അതെപ്പോഴും നല്ല ലെവലായിരിക്കുമല്ലോ. അപ്പോൾ കുറേ കൂടെ ഈസിയാണ്, നല്ല ഫിനിഷ് കിട്ടാനായിട്ട് കുറേ കൂടെ നല്ലത് അതാണ്. അപ്പം നമുക്കിനി നമ്മുടെ ക്രം കോട്ടിലോട്ട് കിടക്കാം. അപ്പം നല്ലൊരു എമൗണ്ട് വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തു. ആദ്യം മുകൾ വശം റഫായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ബാക്കി വരുന്ന ആ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, നമ്മൾ ആ മുകൾ വശം ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പം ആ സൈഡിലോട്ട് വരുന്ന ആ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് സൈഡിലോട്ട് തേച്ച് കൊടുക്കുക. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ആദ്യം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ മുകളിൽ സ്പ്രെഡ് ചെയ്തതിൻ്റെ ബാക്കി തന്നെ ഇട്ടാണ് നമ്മൾ സൈഡും ചെയ്തത്. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു ഫിനിഷ് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊരു 1.5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കേക്കിന് നല്ലൊരു ഉറപ്പ് കിട്ടും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ആ ബോർഡെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ കുറേ കൂടെ ഈസി ആയിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിയുമ്പോൾ അതൊക്കെ കുറേ കൂടെ ഒന്ന് കട്ടിയാവും, അപ്പോൾ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. ഇപ്പം നമ്മുടെ സിലിക്കോൺ ബ്രഷ് ഇട്ട് ഞാൻ ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കാൻ മുകളിൽ വെറുതെ ഇങ്ങനെ വരച്ച് വിടുന്നേ ഉള്ളൂ. ഈ സിലിക്കോൺ ബ്രഷ് കൊണ്ടുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് ആ സിലിക്കോൺ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ കേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കോട്ടിന് വേണ്ടിയിട്ട് സൈഡിൽ വീണ്ടും ഒന്ന് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുവാണ്. എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാലറ്റ് നൈഫ് ഇട്ട് ആദ്യം ഒന്ന് ലെവലാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രേപ്പിംഗ് ബോർഡ് ഉണ്ടല്ലോ, ആ സ്ക്രേപ്പിംഗ് ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഫിനിഷാക്കി എടുക്കാം. അപ്പം ആ സ്ക്രേപ്പിംഗ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മുകളിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വരും. അത് നമ്മുടെ പാലറ്റ് നൈഫ് ഇട്ട് പതുക്കെ വളരെ സോഫ്റ്റായിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണേ. എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ബോർഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻസ് ആണ്. ഒരുപാടൊന്നും ചെയ്യുന്നില്ല, സ്റ്റാർ നോസിൽ വെച്ചിട്ട് 4 സൈഡിലും ഒരു ബോർഡർ പോലെ കൊടുക്കുന്നേ ഉള്ളൂ. ആ ബോർഡറിനോട് ചേർന്ന് തന്നെ കുറച്ച് പ്രലൈനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ വെഡിങ് ആനിവേഴ്സറി വിഷ് എഴുതാനായിട്ട് ഞാൻ ഈ ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിനകത്ത് ഒരു 2 ഡ്രോപ്പ് റെഡ് ജെൽ കളറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അതെഴുതി കൊടുത്തത്, വിഷ് എഴുതിയത്. അല്ല, വിഷ് എഴുതണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ച് കൊടുക്കാമായിരുന്നു. പിന്നെ കേക്കിൻ്റെ സൈഡ്സിലും പ്രലൈൻ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെയും നല്ല ഒന്നാന്തരം ഒരു വീഡിയോ ആണ് കേട്ടോ. മുട്ട റോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ കണക്കുകളും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ 3ാമത്തെ അരപ്പിൻ്റെ റെസിപ്പിയാണ്. ഇറച്ചിക്കറികളുടെ എല്ലാം കൂടെ ഉള്ള ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, മീൻകറിയുടെ ഇട്ടു. ഇനിയിപ്പം നാളെ മുട്ട റോസ്റ്റിൻ്റെയാണ്. അപ്പം മറക്കാതെ കാണണേ. അപ്പം നമുക്ക് നാളെ കാണാം. താങ്ക് യു.